ആരോഗ്യം അമൂല്യം. പഠന വൈകല്യങ്ങൾ പലതരം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട്ടെ ശിഷ്യ ലേണിംഗ് സെന്ററിലെ എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ്. ഏറ്റവും സാധാരണമായി കേൾക്കുന്ന പേരാണ് ഡിസ്ലെക്സിയ. ഡിസ് എന്നാൽ ഡിഫിക്കൽട്ടി, ലെക്സിയ എന്ന് പറഞ്ഞ വേർഡ്സ്. അതിന്റെ ലിറ്ററൽ മീനിങ് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി വിത്ത് വേർഡ്സ്. വായിക്കാനും സ്പെൽ ചെയ്യാനും എഴുതുവാനുമുള്ള ബുദ്ധിമുട്ട്. ഡിസ്ലെക്സിയ ഉള്ള ഒരു കുട്ടി അവരുടെ മെന്റൽ എനർജി മുഴുവനും വായിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു ബേസിക് സ്കില്ലിലുള്ള ബുദ്ധിമുട്ട് അവരുടെ പഠനത്തെ ബാധിക്കും. അടുത്തത് ഡിസ്ഫേസിയ, സ്പെസിഫിക് ലാംഗ്വേജ് ഡിഫിക്കൽട്ടി. ഈ കുട്ടികളിൽ ഭാഷ പഠിക്കുവാനായിരിക്കും ബുദ്ധിമുട്ട് കാണുക. വേറൊന്ന് ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ഈ കുട്ടികളിൽ ഐ ഹാൻഡ് കോർഡിനേഷൻ, മെമ്മറി, സ്പെല്ലിംഗ് ആൻഡ് ലാംഗ്വേജ് എന്നീ ഏരിയാസിൽ പലതരം വിഷമങ്ങൾ കാണാം. കണക്കിൽ വരുന്ന ബുദ്ധിമുട്ടിന് നമ്മൾ ഡിസ്കാൽക്യൂലിയ എന്ന് വിളിക്കുന്നു. ഈ കുട്ടികളിൽ സീക്വൻസിൽ നമ്പേഴ്സ് പറയാനുള്ള ബുദ്ധിമുട്ട്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോൺസെപ്റ്റ്സിലുള്ള ബുദ്ധിമുട്ട്, സാധാരണമായി പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്നീ ബേസിക് ഓപ്പറേഷൻസ് ചെയ്യാനും ബുദ്ധിമുട്ട് കാണും. അടുത്തത് ഡിസ്പ്രാക്സിയ അഥവാ ക്ലംസി ചൈൽഡ് സിൻഡ്രോം. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് കുട്ടികളിൽ മോട്ടോർ ഡിഫിക്കൽട്ടി കാണുമ്പോഴാണ്. അതായത് മൂവ്മെന്റ്സും ഐ ഹാൻഡ് കോർഡിനേഷനിലും ഉള്ള പ്രയാസങ്ങൾ. ഇവരിൽ എഴുത്ത് തീർച്ചയായും ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ഇതിനു പുറമെ ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ് ശരിക്ക് കാണാനുള്ള ശേഷിക്കുറവ്, സെൻട്രൽ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, പറയുന്നതൊന്നും കേൾക്കുന്നത് വേറൊന്നും. പിന്നെ ഓട്ടിസ്റ്റിക് സ്പെക്ട്രം ഡിസോർഡർ. ഇതൊരു സ്പെക്ട്രം ഡിസോർഡർ ആയതുകൊണ്ട് വളരെ സിവിയറിൽ നിന്ന് വളരെ മൈൽഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അതിനാൽ വളരെ സിവിയർ ആയിട്ടുള്ള കേസുകൾ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇല്ലാത്ത കേസുകളൊന്നും സ്വതവേ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് കാറ്റഗറിയിൽ പെടുത്താറില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ, ഒരു കുട്ടിക്ക് ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കണ്ടീഷൻ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇത് ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ട് ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റാതെ വരുന്നത്. ഇതെല്ലാം നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റീസ് കാറ്റഗറിയിൽ പെടുത്തുന്ന കണ്ടീഷൻസ് ആണ്. ഈ ഒരു കണ്ടീഷൻ ഉള്ളതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാം? ആദ്യമായി ഡിഫിക്കൽട്ടി ഓർ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് തീർച്ചയായും മൾട്ടി സെൻസറി ടീച്ചിങ് വേണം. അത് പഠിപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും വിഷ്വൽ, ഓഡിറ്ററി ആൻഡ് കിനെസ്തെറ്റിക്. കിനെസ്തെറ്റിക് എന്ന് പറയുമ്പോൾ ചെയ്തു പഠിക്കുന്ന മൊഡാലിറ്റീസ് ഉപയോഗിച്ച് വേണം ലെസൺ പഠിപ്പിക്കാൻ. പഠിപ്പിക്കുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് പഠിപ്പിക്കണം. അതിന് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ എന്നാണ് പറയുന്നത്. ലേണിംഗ് ഡിഫിക്കൽട്ടി തരണം ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ട്യൂഷൻ ടീച്ചറിന് അല്ല നമുക്ക് ആവശ്യം. കുട്ടിയുടെ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് നോക്കി അവർക്ക് വേണ്ട മാതിരി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നിർദ്ദേശങ്ങളും റൂൾസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിപ്പിക്കണം. ഈ കുട്ടികൾ സ്വന്തമായി ചിന്തിക്കുന്നവരല്ല. അതിനാൽ ഹൗ ടു തിങ്ക് ത്രൂ സെൽഫ് ക്വസ്റ്റനിങ് ആണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ടീച്ചേഴ്സ് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടിയെ ആൻസറിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഇതിനു പുറമെ കുട്ടികൾ വലിയ കുട്ടികളാവുന്തോറും അവർക്ക് സ്റ്റഡി സ്കിൽസ് പറഞ്ഞു കൊടുക്കണം. എങ്ങനെ സ്വന്തം പഠിക്കാം എന്ന് കൂടി കുട്ടികളെ പഠിപ്പിക്കണം. അവരിൽ വേറൊരാളിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കണം. ഇതിന് പലതരം മെമ്മറി ടെക്നീക്സും വിഷ്വൽ ടെക്നീക്സ് എല്ലാം പറഞ്ഞു കൊടുക്കാം. നമ്മൾ കുട്ടികൾക്ക് റെയിൻബോ പഠിപ്പിക്കുമ്പോൾ വിബ്ജിയോർന്ന് പഠിപ്പിക്കുന്നത് അതൊരു ഫസ്റ്റ് ലെറ്റർ ന്യൂമോണിക് ആണ്. വരച്ച് പഠിപ്പിക്കുന്നത് വിഷ്വൽ ലേണേഴ്സിന് വളരെ ഇഫക്റ്റീവ് ആണ്. സെൽഫ് ക്വസ്റ്റനിങ് സ്ട്രാറ്റജിയാണ് കുട്ടികളെ തീർച്ചയായും പഠിപ്പിക്കേണ്ടത്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് എല്ലാം പഠിപ്പിച്ചാൽ വളരെ ഉപകാരപ്രദമാവും. ഇതിന് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റർവെൻഷൻ എന്ന് പറയുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന സ്ട്രാറ്റജീസിലൂടെ ഓരോ കുട്ടിക്കും അവരുടെ പൊട്ടൻഷ്യലിന്റെ പരമാവധി എത്താൻ പറ്റട്ടെ. പഠന വൈകല്യങ്ങൾ പലതരം. എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റുമായ രതി ഗോപിനാഥ് സംസാരിച്ചതാണ് കേട്ടത്.